അപ്പോൾ ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് കമ്പനി അക്കൗണ്ട്സിന്റെ ലാസ്റ്റ് ടോപ്പിക് ഏതാണ്? റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിന്റെ റിഡംഷൻ ആണ്. അപ്പോൾ ഡിബഞ്ചേഴ്സിന്റെ റിഡംഷൻ പറയുമ്പോൾ ആദ്യം പറയേണ്ട ഒരു കാര്യം DRR അക്കൗണ്ടിനെ പറ്റിയാണ്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. എന്താണ് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് എന്ന് വെച്ചാൽ? വാട്ട് ഈസ് മീൻ ബൈ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്? എന്തായിരിക്കും? ഡിബഞ്ചർ റെഡീം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, റെഡീം ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് മാറ്റിവെക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിസർവ് ആണ് എന്ത്? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. കമ്പനി ഷാൽ ക്രിയേറ്റ് DRR ഔട്ട് ഓഫ് പ്രോഫിറ്റ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ പ്രോഫിറ്റിൽ നിന്നാണ് DRR നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. DRRും എന്ത് തന്നെയാണ്? റിസർവ് തന്നെയാണ്. ഓക്കെ. അവൈലബിൾ ഫോർ ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി അവൈലബിൾ ഫോർ ദ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രോഫിറ്റുകൾ ഉണ്ടല്ലോ, ഫ്രീ റിസർവ്സ് ഇല്ലേ, അവരിൽ നിന്നാണ് എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? DRR ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ എമൗണ്ട് ക്രെഡിറ്റഡ് ടു സച്ച് അക്കൗണ്ട് ഷാൽ നോട്ട് ബി യൂട്ടിലൈസ്ഡ് ബൈ ദ കമ്പനി ഫോർ എനി പർപ്പസ് അതർ ദാൻ ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാനല്ലാതെ DRR അക്കൗണ്ട് വേറെ ഒരു പർപ്പസിന് വേണ്ടിയും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ. ഇനി DRRലേക്ക് മാറ്റുന്ന എൻട്രി. DRR ഒരു റിസർവ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ DRR എന്ന് പറയുന്ന റിസർവ് കൂടണമെങ്കിൽ DRRന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. എവിടെ നിന്നാണ് എടുക്കേണ്ടത്? P&L അക്കൗണ്ടിൽ നിന്നോ ജനറൽ റിസർവിൽ നിന്നോ വാട്ടെവർ. ഓക്കെ. ഇനി അടുത്തത് ആഫ്റ്റർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. അടുത്ത പോയിന്റ് ആണ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ആഫ്റ്റർ ദ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ഡിബഞ്ചറുമായിട്ട് ബന്ധപ്പെട്ട് DRRൽ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷാൽ ബി ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ്. അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഡിബഞ്ചർ റിഡീം ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? DRRനെ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്തായിരിക്കും എൻട്രി വരിക? DRR അക്കൗണ്ട് ഡെപ്റ്റ് ടു ജനറൽ റിസർവ്. ജനറൽ റിസർവ് കൂടണം. ഓക്കെ. ഇനി അടുത്തത് ഇൻ റെസ്പെക്ട് ഓഫ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് DRR ഷാൽ ബി ക്രിയേറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് നോൺ കൺവേർട്ടബിൾ പോർഷൻ. DRR ക്രിയേറ്റ് ചെയ്യേണ്ടത് പാർട്ട്ലി കൺവേർട്ടബിൾ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ലി ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അത് റെഡീമബിൾ അല്ലല്ലോ. റെഡീമബിൾ ആണോ? അല്ല, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സപ്പോസ് 100 ഡിബഞ്ചർ ഉണ്ടെന്ന് വിചാരിക്കാം, നമ്മുടെ കയ്യിൽ 100 എണ്ണം ഉണ്ട്. അതിൽ 80 എണ്ണം കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആണ് ഇക്വിറ്റി ഷെയറുമായിട്ട് ബന്ധപ്പെട്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് 20 നോൺ കൺവേർട്ടബിൾ ആണ്. അതാണ് റെഡീമബിൾ ഡിബഞ്ചേഴ്സ്. അങ്ങനെയെങ്കിൽ DRR റൈസ് ചെയ്യേണ്ടത് എന്തിൽ മാത്രമേ ഉള്ളൂ? ഈ 20 എണ്ണത്തിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. നോൺ കൺവേർട്ടബിൾ പോർഷന് വേണ്ടി മാത്രം DRR ക്രിയേറ്റ് ചെയ്താൽ മതി. കൺവേർട്ടബിൾ പോർഷൻ DRR ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ? അത് പൈസ അല്ല കൊടുക്കുന്നത്. എന്താ കൊടുക്കുന്നത്? ഷെയർ ആണ് കൊടുക്കുന്നത്. സോ നോൺ കൺവേർട്ടബിൾ പോർഷൻ ഡിബഞ്ചറിൽ ഉണ്ട് എങ്കിൽ ആ നോൺ കൺവേർട്ടബിളിന് മാത്രം എന്ത് ചെയ്താൽ മതി? DRR ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി അടുത്തത് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് DRR അക്കൗണ്ട്. ഇനി ഈ പറഞ്ഞ DRR അക്കൗണ്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവിൽ ചുമ്മാ നിർത്തിയാൽ പോരാ. അതുമായിട്ട് ബന്ധപ്പെട്ട എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. DRR ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. എന്തെന്ന് പറയും? DRR ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് നോക്കാം. 30th ഏപ്രിലിന് മുന്നേ ആയിട്ട്, അതായത് 2024 1 ഏപ്രിൽ 2024 ടു 31 മാർച്ച് 2025 വരെയുള്ള സമയം. ഓക്കെ. അപ്പോൾ ആ ഫിനാൻഷ്യൽ ഇയറിൽ 31 മാർച്ച് 2025 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ റിഡീം ചെയ്യാനുണ്ടെന്ന് വിചാരിക്കാം. 31 മാർച്ച് 2025 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ റിഡീം ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക. ആ കമ്പനിയുടെ അടുത്ത് പറയുന്നത് 15% DRR ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിബഞ്ചറിന്റെ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ആ വർഷത്തിന്റെ അവസാനം റിഡീം ചെയ്യുന്നത് 10 ലക്ഷം ഡിബഞ്ചേഴ്സ് അല്ലേ? 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചേഴ്സ് അല്ലേ? അതിന്റെ 15% എന്ന് പറയുമ്പോൾ എത്ര വരും? 1,50,000 വരും. ഈ 1,50,000 ഇൻവെസ്റ്റ് ചെയ്യണം. എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ്? DRR ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ചെയ്തേ പറ്റുള്ളൂ.
ബിഫോർ 30th ഏപ്രിൽ, അതായത് ഫസ്റ്റ് ഏപ്രിൽ അല്ലേ തുടങ്ങിയത്, ആ ഏപ്രിൽ 30/2024 മുന്നേ ആയിട്ട് ആ 15% എന്ത് ചെയ്യണം, പറയപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ പ്രിസ്ക്രൈബ്ഡ് ഫോമിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. പറഞ്ഞ മനസ്സിലായോ? അതായത് ഒന്നുകൂടെ പറയാം, 2024 ഏപ്രിൽ 1 തൊട്ട് 2025 മാർച്ച് 31 വരെയുള്ള ഒരു പീരീഡ്. ആ പീരീഡിൽ മാർച്ച് 31, 2025 ക്ലോസിംഗിൽ 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ റെഡീം ചെയ്യാനുണ്ടെന്ന് വിചാരിക്കാം. 10 ലക്ഷം രൂപയുടെ ആ 10 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ റെഡീം ചെയ്യാനുണ്ട് എങ്കിൽ അതിന് DRR ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ടത് 30th ഏപ്രിലിന് മുന്നേ ആയിരിക്കണം. ഏത് 30th ഏപ്രിൽ? ആ വർഷം തുടങ്ങിയ 30th ഏപ്രിലിന് മുന്നേ DRR ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? അപ്പോ നമുക്ക് നോക്കാം. കമ്പനി ഷാൽ ബിഫോർ 30th ഏപ്രിൽ ഓഫ് ഈച്ച് ഇയർ ഡെപ്പോസിറ്റ് ഓർ ഇൻവെസ്റ്റ് എ സം നോട്ട് ലെസ് ദാൻ ദ 15% ഓഫ് എമൗണ്ട് ഓഫ് ഡിബഞ്ചേഴ്സ് മച്ചുറിംഗ് ഡ്യൂറിംഗ് ദ ഇയർ എൻഡിംഗ് 31st മാർച്ച് ഇൻ ദ മാർച്ച് നെക്സ്റ്റ് ഇൻ എനി വൺ ഓർ മോർ ഓഫ് ദ പ്രിസ്ക്രൈബ്ഡ് ഫോംസ്. ഓക്കെ അല്ലേ? അതായത് അടുത്ത വർഷം 31 മുന്നേ ഒരു ഡിബഞ്ചർ റെഡീം ചെയ്യണമെങ്കിൽ ആ ഡിബഞ്ചറിന്റെ DRR ഇൻവെസ്റ്റ്മെന്റ് ഈ വർഷം 30 ഏപ്രിലിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി അടുത്തത് വലിയ റെലവൻ്റ് ഒന്നും അല്ലട്ടോ ഇതൊന്നും, പിന്നെ എങ്ങാനും ചോദിച്ചാലോ എന്നോർത്ത് പറയുന്നതാണ്. കാരണം ഡിബഞ്ചർ റിഡംഷൻ ഒന്നും ചോദിക്കാറില്ല. ഇതിനപ്പുറത്തേക്ക് വലിയ ക്വസ്റ്റ്യൻസ് അവിടെ ഷെയറിലും മറ്റേ റിഡംഷനിലൊക്കെ ചോദിക്കാൻ കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് ഒന്നുമില്ല. ഇനി എങ്ങാനും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യല്, നമ്മൾ എഴുതാതിരിക്കുകയും ചെയ്യരുത്. സോ അടുത്തത് അഡീക്വസി ഓഫ് DRRന്റെ അഡീക്വസി. DRR വേണോ വേണ്ടയോ? 4 കാറ്റഗറിയാണ് പറയുന്നത്. 4 കാറ്റഗറി ശ്രദ്ധിച്ചോളാം. ഓൾ ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റെഗുലേറ്റഡ് ബൈ RBI, ബാങ്കിങ് കമ്പനീസ് ഫോർ പബ്ലിക് ആസ് വെൽ ആസ് പ്രൈവറ്റ്ലി പ്ലേസ്ഡ്. ഓക്കെ, അപ്പോ ആ കമ്പനിക്ക് എന്ത് വേണ്ട? DRRും വേണ്ട, DRR ഇൻവെസ്റ്റ്മെന്റും വേണ്ട. ഇനി അടുത്തത് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. വേറെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് DRR ആപ്ലിക്കബിൾ ടു രജിസ്റ്റേർഡ് NBFCs. DRR വേണ്ട, DRR ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമൊന്നുമില്ല. ഇനി ലിസ്റ്റഡ് കമ്പനീസിൽ 2 കാറ്റഗറി പറയുന്നുണ്ട്. ഒന്ന് ലിസ്റ്റഡ് NBFCs, ഹൗസിംഗ് ലോൺ കമ്പനീസ് ആൻഡ് ഫോർ പബ്ലിക് ആസ് വെൽ ആസ് പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ഡെപ്റ്റേഴ്സ്. അതിനും DRR വേണ്ട, DRR ഇൻവെസ്റ്റ്മെന്റ് വേണം. ഓക്കെ, ഇത് വലിയ റെലവൻസ് ഒന്നുമില്ല, ഞാൻ പറയാം, ലാസ്റ്റ് പറയാം, ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. അതർ ലിസ്റ്റഡ് കമ്പനീസ് ഫോർ പബ്ലിക് ആസ് വെൽ ആസ് പ്രൈവറ്റ് ലിമിറ്റഡ് DRR ഇല്ല, DRR ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. ഇനി അടുത്തത് അൺലിസ്റ്റഡ് NBFCs. ഇവിടെ ലിസ്റ്റഡ് കമ്പനിയിൽ ലിസ്റ്റഡ് പറഞ്ഞു, ലിസ്റ്റഡ് NBFCs പറഞ്ഞു, അതർ ലിസ്റ്റഡ് കമ്പനീസും പറഞ്ഞു. അവർക്ക് രണ്ടുപേർക്കും എന്തില്ല? DRR ഇല്ല. അൺലിസ്റ്റഡ് NBFCs ആൻഡ് HFCs ഫോർ പ്രൈവറ്റ്ലി പ്ലേസ്ഡ് ഡിബഞ്ചേഴ്സ്, അതിനും എന്തില്ല? DRR ഇല്ല, DRR ഇൻവെസ്റ്റ്മെന്റും ഇല്ല. ഇനി ലാസ്റ്റ് ഒരു സെക്ഷൻ പറയുന്നുണ്ട്, അതർ അൺലിസ്റ്റഡ് കമ്പനീസ്. ആ അതർ അൺലിസ്റ്റഡ് കമ്പനീസിന് മാത്രമേ എന്തുള്ളൂ? DRR ഉള്ളൂ. അത് എത്ര പെർസെൻറ്റേജ് ആണ്? 10% ഓഫ് ഡിബഞ്ചേഴ്സ് ആണ്. ആൻഡ് ഓൾസോ DRR ഇൻവെസ്റ്റ്മെന്റും അവർക്കുണ്ട്. അപ്പോൾ അതർ അൺലിസ്റ്റഡ് കമ്പനീസിന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? DRR മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഓക്കെ, ബാക്കിയുള്ള AIFIയും അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ലിസ്റ്റഡ് കമ്പനീസിനും അൺലിസ്റ്റഡ് കമ്പനീസിലെ NBFCസിനും HFCസിനും ഒന്നും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? DRR ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതർ അൺലിസ്റ്റഡ് കമ്പനീസ്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് അവർ പറയും അതർ ദാൻ AIFI, OFI, NBFCs ആൻഡ് HFCs എന്ന് പറയും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അതിന് എത്ര പെർസെൻറ്റേജ് DRR ക്രിയേറ്റ് ചെയ്യണം? 10% DRR ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ അവിടെ പറയാൻ. ഇനി മെത്തേഡ്സ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചർ റെഡീം ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഡിബഞ്ചർ റെഡീം ചെയ്യുന്ന ആ കൊല്ലം 30th ഏപ്രിലിന് മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പഠിച്ചില്ലേ? അപ്പോൾ നമുക്ക് ഡിബഞ്ചർ റെഡീം ചെയ്യുന്ന ആ കൊല്ലം തന്നെ എന്തും ക്രിയേറ്റ് ചെയ്യണം? DRRും ക്രിയേറ്റ് ചെയ്യണം. ആദ്യം DRR ക്രിയേറ്റ് ചെയ്യണം. DRR ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ എൻട്രി വരാ? P&L അക്കൗണ്ട് ഡെപ്റ്റ് ടു DRR അക്കൗണ്ട് അല്ലേ? ഇനി DRR ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യണം. ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? അസറ്റ് അല്ലേ?
ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണ്ടേ? എന്താ എൻട്രി വരാ? DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. ഡെപ്റ്റ് ടു ബാങ്ക്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് റെസിപ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ DRR ഇൻവെസ്റ്റ്മെന്റ്. DRR ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻട്രസ്റ്റ് കിട്ടി. എന്താ എൻട്രി വരാ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ DRR ഇൻവെസ്റ്റ്മെന്റ് അല്ലെ? ബാങ്കിൽ പൈസ വന്നു, അത് എന്തുമായിട്ട് ബന്ധപ്പെട്ട വന്ന? ഇൻകവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻകത്തിനെ ക്രെഡിറ്റ് ചെയ്തു അല്ലെ? ഇനി അടുത്തത് എന്താണ്? ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ DRR ഇൻവെസ്റ്റ്മെന്റ്. DRR ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻകം അല്ലേ? ഇൻകത്തിനെ നമ്മൾ എങ്ങോട്ടാ ചാർജ് ചെയ്യേണ്ടത്? P&L-ലേക്കല്ലേ? അപ്പൊ P&L-ന്റെ ഏത് സൈഡിലാണ് അത് വരേണ്ടത്? ക്രെഡിറ്റ് സൈഡിലാണ്. ഇൻട്രസ്റ്റ് ഓൺ DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു P&L അക്കൗണ്ട്. ഓക്കെ ആണോ? അപ്പോ തുടങ്ങാം. അടുത്തത് മേക്കിംഗ് പേയ്മെന്റ് ഡ്യൂ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കണം. ഫസ്റ്റ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കുന്നത് പാറിലാണെന്ന് വിചാരിക്കുക. ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് പാറിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് കൊടുക്കണം? പെർസെന്റേജ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇപ്പോൾ 100 രൂപയുടെ ഡിബഞ്ചർ 100 രൂപയ്ക്ക് തന്നെയാണ് തിരിച്ചു മേടിക്കുന്നതെങ്കിൽ 100. ഓക്കെ. ഇനി ഡിബഞ്ചർ റെഡീം ചെയ്യുന്നത് എന്തിലാണെന്ന് വിചാരിക്കുക? പ്രീമിയത്തിലാണെന്ന് വിചാരിക്കുക. 100 രൂപയുടെ ഡിബഞ്ചർ 105 രൂപയ്ക്കാണെങ്കിൽ 100 5 105. പെർസെന്റേജ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ, പ്രീമിയം ഓൺ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇനി ഡിസ്കൗണ്ടിലാണെങ്കിലോ? ഡിസ്കൗണ്ടിലാണെങ്കിൽ 100 രൂപയുടെ ഡിബഞ്ചർ 90 രൂപയ്ക്കാണ് റെഡീം ചെയ്യുന്നതെങ്കിൽ ഡിബഞ്ചർ 100 അല്ലേ? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്ര കൊടുത്താൽ മതി? 90 കൊടുത്താൽ പോരെ? 10 രൂപ എന്താണ്? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ആണ്. 10 രൂപ എന്താണ്? പ്രോഫിറ്റ് ഓൺ റിഡംഷൻ ആണ്. ഇനി സെയിൽ ഓഫ് DRR ഇൻവെസ്റ്റ്മെന്റ്. ഡിബഞ്ചർ റെഡീം ചെയ്യാൻ പോകുമ്പോൾ തന്നെ DRR ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് എങ്കിൽ അത് സെല്ല് ചെയ്ത് എന്ത് ചെയ്തോളണം? പൈസ മേടിച്ചോളണം. അപ്പൊ സെല്ല് ചെയ്യുമ്പോൾ എന്താണ് എൻട്രി വരാ? പ്രോഫിറ്റിലാ സെല്ല് ചെയ്തെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു DRR ഇൻവെസ്റ്റ്മെന്റ് ടു P&L അക്കൗണ്ട്. ലോസിലാണ് സെല്ല് ചെയ്തതെങ്കിലോ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ. ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കണം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. ഇനി അവസാനത്തെ രണ്ട് എൻട്രി അല്ലെ? അവസാനത്തെ രണ്ട് എൻട്രിയിൽ ഒന്നാമത്തേത് പറയുന്നത് എന്താ? ട്രാൻസ്ഫർ ഓഫ് DRR. ആദ്യം നമ്മൾ DRR ക്രിയേറ്റ് ചെയ്തില്ലായിരുന്നോ? ആ DRR ക്രിയേറ്റ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ റിസർവിലേക്ക്, ആഫ്റ്റർ റിഡംഷൻ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. DRR അക്കൗണ്ട് ഡെപ്റ്റ് ടു ജനറൽ റിസർവ് അക്കൗണ്ട്. റൈറ്റിംഗ് ഓഫ് പ്രീമിയം ഓൺ റിഡംഷന് വേണ്ടി പ്രീമിയം കൊടുത്തു. ആ പ്രീമിയം നമ്മൾ എവിടെന്നാ റൈറ്റ് ഓഫ് ചെയ്യുന്നത്? P&L അക്കൗണ്ട് ഡെപ്റ്റർ ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. അതിനകത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നത് ഇഫ് നോട്ട് ക്രിയേറ്റഡ് അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ. നമ്മൾ ഇഷ്യൂ ചെയ്യാൻ നേരത്ത് പ്രീമിയം, നമ്മൾ റിഡംഷന്റെ പ്രീമിയം കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള ഇഷ്യൂ ചെയ്യാറ്. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ ഇത് ചെയ്താൽ മതി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യം ഇല്ല. കാരണം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ നേരത്ത് നമ്മൾ എന്തിനെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു? റിഡംഷന്റെ പ്രീമിയം കൂടി കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ? അപ്പോ ആ കേസ് ഒന്നും പറയുന്നില്ലെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ആ കേസ് പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? ഇങ്ങനെ ചെയ്യണ്ട. ഓക്കെ അല്ലേ? ആദ്യം എന്ത് ക്രിയേറ്റ് ചെയ്യണം? DRR ക്രിയേറ്റ് ചെയ്യണം. പിന്നെ DRR ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കണം. പിന്നെ DRR ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് കിട്ടുന്ന എൻട്രി, ആ ഇൻട്രസ്റ്റിനെ P&L-ലേക്ക് എഴുതുന്ന എൻട്രി. ആൻഡ് അടുത്തത് റെഡീം ചെയ്യാൻ നേരത്ത് പാറിലാണെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. പ്രീമിയത്തിലാണെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഇനി ഡിസ്കൗണ്ടിലാണെങ്കിൽ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ഓൺ റിഡംഷൻ. ഇനി അടുത്തത് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്. റെഡീം ചെയ്യാൻ നേരം തന്നെ നമ്മൾ DRR ഇൻവെസ്റ്റ്മെന്റ് സെയിൽ ചെയ്തോളണം. അത് പ്രോഫിറ്റിലാണ് എങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു DRR ഇൻവെസ്റ്റ്മെന്റ് ടു P&L. അത് ലോസിലാണെങ്കിലോ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് P&L അക്കൗണ്ട് ഡെപ്റ്റ് ടു DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പേയ്മെന്റ് കൊടുക്കണം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. ട്രാൻസ്ഫർ ടു DRR. DRR-ലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം.
അപ്പോ എന്താ അല്ല DRR ട്രാൻസ്ഫർ ചെയ്യണം എങ്ങോട്ട്? ആഫ്റ്റർ റിഡംഷൻ ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. DRR അക്കൗണ്ട് ഡെപ്റ്റ് ടു ജനറൽ റിസർവ് അക്കൗണ്ട്. ഇനി അറ്റ് ദ ടൈം ഓഫ് ഇഷ്യൂ നമ്മൾ പ്രീമിയം ഓൺ റിഡംഷൻ റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ എൻട്രി ഇട്ടിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണം? ജനറൽ റിസർവ് അക്കൗണ്ട് ഡെപ്റ്റ് P&L അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് എൻട്രി ഇടണം. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഡിബഞ്ചർ ഇത്രേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, റിഡംഷൻ ബൈ കൺവേർഷൻ. കൺവേർഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റിഡീമിംഗ് ദ ഡിബഞ്ചേഴ്സ് ബൈ കൺവേർട്ടിംഗ് ദം ടു ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എ സ്കീം ഫോർ സച്ച് റിഡംഷൻ മേ ബി ഓഫേർഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ദോസ് ഹു ഡു നോട്ട് അക്സെപ്റ്റ് ദ സെയിം മേ ബി ഗിവൺ ക്യാഷ്. ഓക്കെ, അത് വേണമെങ്കിൽ അവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് എന്ത് കൊടുത്തു വിടണം? പൈസ കൊടുത്ത് വിടുകയും വേണം. അപ്പൊ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും എൻട്രി വരിക? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇനി അത് പ്രീമിയത്തിലാണെങ്കിലോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൊടുക്കുന്നത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ഇത് രണ്ടുമാണ് എൻട്രി. ഓക്കെ, ആദ്യം ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കണം കേട്ടോ. ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആ എൻട്രി എഴുതിയതിനു ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഡിബഞ്ചർ ഹോൾഡേഴ്സിനെയാണ് എന്ത് കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പോകുന്നത്? ഷെയർ കൊടുത്ത് തൃപ്തിപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. സോ ശ്രദ്ധിക്കാം. ഓൾ അപ്പോ കണ്ടോ, ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിനെ പറയുന്നത് കണ്ടോ? ഡിബഞ്ചർ റിഡംഷൻ ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഷാൽ ഓൺ ഓർ ബിഫോർ 30th day of April each year. അതായത് അടുത്ത 31 മാർച്ചിൽ റിഡീം ചെയ്യേണ്ടുന്ന ഡിബഞ്ചർ ആണ് എങ്കിൽ ആ വർഷത്തിൽ ഏപ്രിൽ 30 മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം? DRR ഇൻവെസ്റ്റ്മെന്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇൻ റെസ്പെക്ട് ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ഡെപ്പോസിറ്റ് ഓർ ഇൻവെസ്റ്റ് ആസ് ദ കേസ് മേ ബി എ സം വിച്ച് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 15% ഓഫ് ദ എമൗണ്ട് ഓഫ് ഇറ്റ്സ് ഡിബഞ്ചേഴ്സ് മെച്ചുറിംഗ് ഡ്യൂറിംഗ് ദ ഇയർ. ഓക്കെ, അറ്റ്ലീസ്റ്റ് 15% എങ്കിലും എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അറ്റ്ലീസ്റ്റ് 15% എങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. പറഞ്ഞ മനസ്സിലായോ? ഇനി അത് ഏതൊക്കെ മെത്തേഡ്സിലാണെന്നും പറയുന്നുണ്ട്. ഏതൊക്കെ മെത്തേഡ്സിൽ? ഇൻ ഡെപ്പോസിറ്റ് വിത്ത് എനി ഷെഡ്യൂൾഡ് ബാങ്ക്, ഇൻ എൻകംബറൻസ്ഡ് സെക്യൂരിറ്റീസ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. ഏതെങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിലോ സ്റ്റേറ്റ് ഗവൺമെന്റിലോ അൺഎൻകംബേർഡ് സെക്യൂരിറ്റീസ് എന്ന് വെച്ചാൽ ബാധ്യതയില്ലാത്ത സെക്യൂരിറ്റീസിലോ അല്ലെങ്കിൽ അൺഎൻകംബേർഡ് സെക്യൂരിറ്റീസ് മെൻഷൻഡ് ഇൻ ക്ലോസ് A to D, അതിന്റെ ആവശ്യമില്ല. അൺഎൻകംബേർഡ് ബോൺഡ്സ് ഇഷ്യൂഡ് ബൈ എനി അതർ കമ്പനി. ഓക്കെ, ഇതാണ് 4 ഡെപ്പോസിറ്റിംഗ് മീൻസ് പറയുന്നത്. ആരൊക്കെയാണ് DRR ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ. ഓൾ NBFCs, ഓൾ ലിസ്റ്റഡ് HFCs, all other listed companies other than AIFI banking company and other FIs, all unlisted companies which are not NBFCs and HFCs. ഓക്കെ, അത് നമ്മൾ മേളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മൾ ടിക്ക് ഇട്ടതും വെട്ടിക്കളഞ്ഞതും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. വലിയ ആവശ്യമൊന്നുമില്ല. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. The following balances appeared in the books of Paradise Limited, unlisted company other than AIFI banking company, NBFC and HFC on 1/4/2021. 12% debentures 7,50,000 ഉണ്ട്. ബാലൻസ് ഓഫ് DRR 25,000 ഉണ്ട്. DRR ഇൻവെസ്റ്റ്മെന്റ് 1,12,500 ഉണ്ട്. റെപ്രസെന്റഡ് ബൈ 10% 1125 സെക്യൂരിറ്റി ബോൺസ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓഫ് ₹100 each. എന്താ പറയുന്നത്? 10% ഇൻട്രസ്റ്റ് കിട്ടുന്ന 1125 ബോണ്ട്. എത്ര രൂപയുടെ? 100 രൂപയുടെ കേട്ടോ. അപ്പോൾ അതാണ് കിട്ടുക. ഇനി ആനുവൽ കോൺട്രിബ്യൂഷൻ to DRR was made on 31st March every year. On 31/3/2022, balance at the bank was 7,50,000 before the receipt of interest. The investment were realized at a par for redemption of debentures at a premium of 10% on above date. എന്ത് ചെയ്യണം? ഡിബഞ്ചർ റിഡീം ചെയ്തു at a premium of 10% പ്രീമിയത്തിൽ എന്ത് ചെയ്തു? റിഡീം ചെയ്തു. യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ദ ഫോളോവിങ് അക്കൗണ്ട്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലെഡ്ജർ അക്കൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് എന്ത് ചെയ്താം? ജേണൽ എഴുതാം. എന്നിട്ട് നമുക്ക് ലെഡ്ജർ എഴുതാം.
ആദ്യം നമുക്കൊന്ന് ക്വസ്റ്റൻ അനലൈസ് ചെയ്യാം. 7,50,000 ഡിബഞ്ചർ അല്ലേ റിഡീം ചെയ്യേണ്ടത് അല്ലെ? അപ്പൊ DRRൽ എത്ര വേണം? 7,50,000 10% വേണം. എത്ര വേണം? 75,000 വേണം. DRR ഇൻവെസ്റ്റ്മെന്റിൽ എത്ര വേണം? ഇൻവെസ്റ്റ്മെന്റിൽ എത്ര വേണം? 7,50,000 15% എത്ര വേണം? 1,12,500 അല്ലേ? അപ്പൊ DRR ഇൻവെസ്റ്റ്മെന്റ് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ ഇല്ലേ? DRR ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ ആണ്, ഇനി പുതിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമൊന്നുമില്ല അല്ലേ? പക്ഷെ DRR അക്കൗണ്ടോ എത്ര ഉള്ളൂ ബാലൻസ്? 25,000 അല്ലേ ഉള്ളൂ DRR അക്കൗണ്ടിന്റെ ബാലൻസ്. അത് എത്രയിലേക്ക് ആക്കണം? 75,000 ആക്കണം. അപ്പൊ ഫസ്റ്റ് ജേണൽ എൻട്രി കിട്ടിയില്ലേ? എവിടെ നിന്നാണ് DRR അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകേണ്ടത്? P&L അക്കൗണ്ട് ഡെപ്റ്റ് ടു DRR അക്കൗണ്ട്. എത്ര ആഡ് ചെയ്യണം? 50,000 ആഡ് ചെയ്യണം. 50,000 ആഡ് ചെയ്യണം. DRR അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? 50,000 ആഡ് ചെയ്യണം. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായോ? ഇനി അടുത്ത് നോക്കിക്കേ. ഈ 31 മാർച്ച് 1/4/2021 അവസ്ഥയായിരുന്നു. 31 മാർച്ച് 2022 റിഡീം ചെയ്യുന്നത് അല്ലെ? റിഡീം ചെയ്യുമ്പോ നമുക്ക് എന്ത് ചെയ്യും? ആ ഒരു കൊല്ലത്തെ ഇൻട്രസ്റ്റ് കിട്ടൂലേ ഈ 1,12,500 രൂപയുടെ അല്ലെ? 1,12,500 റുപ്പീസ് ഇല്ലേ? അതിന്റെ ഒരു കൊല്ലത്തെ ഇൻട്രസ്റ്റ് കിട്ടൂലേ? എത്രയാ ഒരു കൊല്ലത്തെ ഇൻട്രസ്റ്റ് വരാ? 1,12,500 ഇൻറ്റു 10% എത്ര കിട്ടും? 11,250 കിട്ടൂലേ? ആ ഇൻട്രസ്റ്റിന്റെ എൻട്രി എഴുതാൻ പാടില്ലേ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഇൻട്രസ്റ്റ് ഓൺ DRR ഇൻവെസ്റ്റ്മെന്റ്. എന്നിട്ട് അതിനെ എങ്ങോട്ട് വിടാം? P&Lലേക്ക് വിടാൻ പാടില്ലേ? P&L അക്കൗണ്ട് ഡെപ്റ്റ് ടു DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് അല്ല, DRR ഇൻവെസ്റ്റ്മെന്റ് ഇൻട്രസ്റ്റ് ഓൺ DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു P&L അക്കൗണ്ട്. ഓക്കെ, അപ്പോ എത്ര എൻട്രി ആയി? 3 എൻട്രി ആയി. ഇനി അടുത്തത് സമയമായി അല്ലേ? സമയമായപ്പോ എന്ത് ചെയ്യണം? ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റണ്ടേ? അപ്പോ ഇവിടെ എത്ര ഡിബഞ്ചർ ഉണ്ട്? 7.5 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ അല്ലേ ഉള്ളേ? അതിന് 10% പ്രീമിയത്തിലല്ലേ നമ്മൾ റിഡീം ചെയ്യാൻ പോകുന്നത്. അപ്പോ എത്ര? 12% ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 7,50,000. പിന്നെ പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ 75,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എത്ര കിട്ടും? 8,25,000 കിട്ടും. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്ര കിട്ടും? 8,25,000 കിട്ടും. 7.5 ലക്ഷം ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ, 75,000 എന്തും പ്രീമിയം. ടോട്ടൽ 8,25,000 കിട്ടും. കിട്ടിയില്ലേ? ഇനി ഡിബഞ്ചർ റിഡീം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റിനെ ക്യാഷ് ആക്കണം, റിയലൈസ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എത്രയുണ്ട്? 1,12,500 അല്ലേ? DRRലല്ല കേട്ടോ, DRR ഇൻവെസ്റ്റ്മെന്റ് അതല്ലേ നമ്മൾ വേറെ അടുത്ത് കൊണ്ടുവന്നിട്ടേക്കുന്നേ. അതിനെ നമ്മൾ എന്താക്കി മാറ്റണം? ക്യാഷ് ആക്കി മാറ്റണം. അപ്പൊ എന്തായിരിക്കും എൻട്രി വരിക? DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് അല്ല, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. അത് ഇൻവെസ്റ്റ്മെന്റ് വേസ് റിയലൈസ്ഡ് അറ്റ് പാർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇൻവെസ്റ്റ്മെന്റിന് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. അപ്പോ ഇൻവെസ്റ്റ്മെന്റിന് എത്ര രൂപ ബാങ്കിൽ വന്നു? 1,12,500 വന്നു. 1,12,500 അക്കൗണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് 1,12,500 ടു ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താണ്? ഡിബഞ്ചറിന്റെ പൈസ കൊടുക്കണം അല്ലെ? ഡിബഞ്ചറിന്റെ പൈസ കൊടുക്കണം. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിന് എത്ര രൂപ കൊടുക്കാനുണ്ടായിരുന്നു? 8,25,000 കൊടുക്കാനില്ലായിരുന്നോ? ടു ബാങ്ക്. ബാങ്കിൽ നിന്ന് പോയി 8,25,000. ഇനിയോ ഒരു കാര്യം കൂടെ ഉണ്ട് അല്ലേ? എന്ത് ചെയ്യണം? DRRനെ എങ്ങോട്ട് മാറ്റണം? റിഡീം ചെയ്ത് കഴിഞ്ഞു, ജനറൽ റിസർവിലേക്ക് മാറ്റണം. DRR അക്കൗണ്ട് ഡെപ്റ്റ് ടു ജനറൽ റിസർവ് 75,000. 75,000 അല്ലേ DRRലേക്ക് മാറ്റിയിട്ടായിരുന്ന മൊത്തം? 25,000 ഓപ്പണിംഗ് ഉണ്ടായിരുന്നു, 50,000 ഇത്തവണ നമ്മൾ ആഡ് ചെയ്തു അല്ലേ? അപ്പോ 75,000 ഉണ്ടായിരുന്നു. ആ 75,000 നമ്മൾ എന്ത് ചെയ്യണം? ജനറൽ റിസർവിലേക്ക് മാറ്റണം. ആൻഡ് ഓൾസോ ദ ലാസ്റ്റ് എൻട്രി
ലാസ്റ്റ് എൻട്രി എന്താണ് ഇവിടെ ഇഷ്യൂടെ കേസ് ഒന്നും പറയുന്നില്ലല്ലോ. അപ്പൊ പ്രീമിയം നമ്മൾ എങ്ങോട്ട് മാറ്റണം? പി ആൻഡ് എല്ലിലേക്ക് മാറ്റണം. പി ആൻഡ് എൽ അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ലെഡ്ജർ വരയ്ക്കാം. ലെഡ്ജർ ഏതൊക്കെ ലെഡ്ജറാ ചോദിച്ചിരിക്കുന്നത്? ഡിബഞ്ചർ അക്കൗണ്ടിന്റെ ലെഡ്ജർ വരയ്ക്കാം അല്ലെ? ഡിബഞ്ചർ അക്കൗണ്ടിന്റെ ലെഡ്ജർ വരയ്ക്കാം. എങ്ങനെ വരയ്ക്കും? ഡിബഞ്ചർ അക്കൗണ്ടിന് എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? എത്ര രൂപ ഉണ്ടാവും ഡിബഞ്ചർ അക്കൗണ്ടിൽ? 7,50,000 ഇല്ലേ ക്രെഡിറ്റിൽ അല്ലേ? അത് ആർക്കാ കൊടുക്കാൻ പോകുന്നത്? ഡിബഞ്ചർ ഹോൾഡേഴ്സിനല്ലേ 7 ലക്ഷം രൂപ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാം? ഡിബഞ്ചർ ഹോൾഡേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ? ജേണൽ എൻട്രി നോക്കിക്കേ, എന്തായിരുന്നു എൻട്രി? ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 12% ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 7,50,000. പിന്നെ പ്രീമിയം ഓൺ റിഡംഷൻ ഓഫ് ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 75,000 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഇത് രണ്ടും കൂടി ആർക്കാ കൊടുത്തത്? ഡിബഞ്ചർ ഹോൾഡേഴ്സിനല്ലേ? അപ്പോൾ ഡിബഞ്ചർ അക്കൗണ്ടിന്റെ ക്രെഡിറ്റിൽ ഉണ്ടായിരുന്ന 7,50,000 ആർക്ക് കൊടുത്തു? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു. ഇനി അടുത്തത് DRR അക്കൗണ്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. DRR അക്കൗണ്ട് എന്ന് പറയുന്നത് റിസർവ് അല്ലേ? എന്ത് ബാലൻസാ? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ? അപ്പൊ DRR അക്കൗണ്ടിന് എന്തായിരിക്കും? ഏത് സൈഡിലായിരിക്കും വരിക? 25,000 ക്രെഡിറ്റ് സൈഡിലായിരിക്കും വരിക അല്ലെ? ഇനി പുതിയ ഒരു 50,000 കൂടി നമ്മൾ ആഡ് ചെയ്തില്ലേ DRR അക്കൗണ്ടിലേക്ക് 10% ആക്കാൻ വേണ്ടി അല്ലെ? അപ്പൊ 50,000 കൂടി ക്രെഡിറ്റ് വീണ്ടും കൂടി അല്ലെ? ഇനി ഏറ്റവും അവസാനം DRR അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ DRR അക്കൗണ്ട് തീർന്നില്ലേ? DRR അക്കൗണ്ട് തീർന്നു. ഇനി അടുത്ത് നോക്കിക്കേ, 10% സെക്യൂർഡ് ബോൺസ് DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇൻവെസ്റ്റ്മെന്റിന് എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് ഓപ്പണിംഗിൽ എത്ര ഉണ്ടായിരുന്നു? 1,12,500 ഇല്ലായിരുന്നോ? 1,12,500 ഇല്ലായിരുന്നോ? ഇനി അത് ഡിബഞ്ചർ റെഡീം ചെയ്യേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്തു? വലിച്ചു. അതിനെ നമ്മൾ വിഡ്രോ ചെയ്തു. അപ്പോൾ ആ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിന് പകരമായിട്ട് നമുക്ക് എന്ത് കിട്ടി? പൈസ കിട്ടി. അപ്പോൾ അതിനെ മാറ്റി പൈസ വന്നു. ബൈ ബാങ്ക് അതിന്റെ ക്രെഡിറ്റ് സൈഡിൽ എന്ത് എഴുതി? പൈസ എഴുതി. പൈസ വന്നു. ഓക്കെ. അടുത്തതോ ബാങ്ക് അക്കൗണ്ട്. ബാങ്ക് നമുക്ക് നോക്കാം അല്ലെ? ബാങ്കില് ഓപ്പണിംഗ് എത്ര ഉണ്ടായിരുന്നു? ബാങ്ക് ബാലൻസ് വാസ് 7,50,000 എന്നല്ലേ പറയുന്നത്? 7.5 ലക്ഷം രൂപ ബാങ്കിൽ ഉണ്ടായിരുന്നു ബാലൻസ് അല്ലെ? 7.5 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടായിരുന്നു. ആ 7.5 ലക്ഷം രൂപ ബാലൻസ് ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 11,250 രൂപ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻട്രസ്റ്റ് കിട്ടി. പിന്നെയോ 1,12,500 രൂപ DRR ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ സെല്ല് ചെയ്തപ്പോൾ നമുക്ക് കിട്ടി. ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ക്യാഷ് കിട്ടി. എത്ര രൂപ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു? 8,25,000 രൂപയല്ലേ കൊടുത്തത്? അത് കഴിഞ്ഞിട്ട് ബാലൻസ് ഉള്ള പൈസ 48,750 രൂപ ബാങ്കിലുണ്ട്. ഓക്കെ. അടുത്തത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. നമുക്ക് നോക്കാം അല്ലെ? ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടിൽ ആദ്യം കൊടുക്കാനുള്ളത് 7.5 ലക്ഷം രൂപ ഡിബഞ്ചറിന്റെ പൈസയല്ലേ? പിന്നെ എന്തുണ്ട്? പ്രീമിയം ഉണ്ട് 75,000 അല്ലെ? ടോട്ടൽ എത്രയാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു വിട്ടത്? 8,25,000 രൂപയാണ് ടു ബാങ്ക്. ഓക്കെ, ഒന്ന് തന്നെ ചെയ്തേ. നോക്കിക്കോളാം, ക്വസ്റ്റ്യൻ വായിക്കാം. ദ ഫോളോയിങ് ബാലൻസ് അപ്പിയർഡ് ഇൻ ദ ബുക്സ് ഓഫ് എ കമ്പനി, അൺലിസ്റ്റഡ് കമ്പനി അതർ ദാൻ AIFI ബാങ്കിങ് കമ്പനി, NBFC ആൻഡ് HFC. അപ്പൊ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലായി. DRRലേക്ക് എത്ര പെർസെന്റേജ് വേണം? 10%. DRR ഇൻവെസ്റ്റ്മെന്റിലേക്ക് 15% വേണമെന്ന് നമുക്ക് മനസ്സിലായി അല്ലെ? ഇനി അസോൺ 31 ഡിസംബർ 2021 6% മോർഗേജ് 10,000 ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each. അപ്പൊ എത്രയായി? 10,000 ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ 10 lakh rupeesന്റെ ഡിബഞ്ചർ ആയില്ലേ? 10 lakh rupeesന്റെ ഡിബഞ്ചർ ആയി. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് 50,000 ഉണ്ട്. DRR അക്കൗണ്ടിൽ എത്രയുണ്ട്? 50,000 ഉണ്ട്. എത്ര വേണം DRR അക്കൗണ്ടിൽ? 10 lakhന്റെ 10%, 1 lakh വേണം. അപ്പൊ DRRലേക്ക് എത്ര കൂടി ആഡ് ചെയ്യണം? 50,000 കൂടി ആഡ് ചെയ്യണം. 50,000 കൂടി. ഇനി ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഡെപ്പോസിറ്റ്സ് വിത്ത് ഷെഡ്യൂൾഡ് ബാങ്ക് ഫ്രീ ഫ്രം എനി ലീൻ ഈസ് ₹1,50,000. 1,50,000 എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഉണ്ട് അല്ലെ? അപ്പോ DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് എത്ര തന്നെയായിരുന്നു വേണ്ടത്? 1,50,000 തന്നെയല്ലേ? അത് അവിടെ ഉണ്ട്. കാരണം 10 lakhന്റെ 15% ആണ് DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് വേണ്ടത്.
അപ്പോൾ 1,50,000 വേണം, അതവിടെ ഉണ്ട്. അറ്റ് ഇൻട്രസ്റ്റ് ഓഫ് 4% റിസീവബിൾ, 4% ആണ് എന്ത് ചെയ്യേണ്ടത്, ഇൻട്രസ്റ്റ് കിട്ടേണ്ടത്. ഇനി ഓൺ 31st December എവരി ഇയർ, എല്ലാ വർഷവും 31st ഡിസംബറിനാണ് കിട്ടേണ്ടത് അല്ലേ. ഇവിടെ നോക്കിക്കേ, ബാങ്ക് ബാലൻസ് വിത്ത് കമ്പനി ഈസ് 9 lakh. 9 lakh ആണ് ബാങ്ക് ബാലൻസ്. കമ്പനിയുടെ ബാങ്ക് ബാലൻസ് എത്രയാണ്? 9 lakh ആണ്. ദ ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഹാഡ് ബീൻ പെയ്ഡ് അപ് ടു 31st December 2021. ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് എന്ന് വരെ കൊടുത്തിട്ടുണ്ട്? 31st December വരെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓൺ February 28, 2022 ഇൻവെസ്റ്റ്മെന്റ്സ് വെയർ റിയലൈസ്ഡ് അറ്റ് പാർ. ഇൻവെസ്റ്റ്മെന്റ് വാങ്ങി അല്ലെങ്കിൽ പാറിന് റിയലൈസ് ചെയ്ത് തിരിച്ചു മേടിച്ചു. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ലാഭമില്ല നഷ്ടമില്ല, പക്ഷെ എന്ത് കിട്ടും? 2 മാസത്തെ ഇൻട്രസ്റ്റ് കിട്ടും അല്ലെ. 2 മാസത്തെ 31st December വരെ കിട്ടിയിരിക്കുന്നതല്ലേ അല്ലേ. 28th February എന്ന് പറയുമ്പോൾ എത്ര മാസം ഇൻട്രസ്റ്റ് ഉണ്ട്? ജനുവരി ഫെബ്രുവരി 2 മാസം ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെ. 2 മാസം ഇൻട്രസ്റ്റ് കിട്ടും. ആൻഡ് ദ ഡിബഞ്ചേഴ്സ് വെയർ പെയ്ഡ് ഓഫ് അറ്റ് 101 ടുഗദർ വിത്ത് അക്രൂവ്ഡ് ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റോടെ കൂടി ഡിബഞ്ചറിന് എത്ര രൂപയാണ് കൊടുത്തത്? 101 രൂപയാണ് ഒരു ഷെയറിന്, ഒരു ഡിബഞ്ചറിന് കൊടുത്തു വിട്ടത് വിത്ത് അക്രൂവ്ഡ് ഇൻട്രസ്റ്റ്. റൈറ്റ് അപ്പ് ദ ലെഡ്ജർ അക്കൗണ്ട്സ്. ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കണം. ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കണം. നമുക്ക് വരയ്ക്കാൻ പാടില്ലേ? വരയ്ക്കാൻ പാടില്ലേ? അപ്പോ എങ്ങനെ വരയ്ക്കാം? ആദ്യം ഡിബഞ്ചർ അക്കൗണ്ട് അല്ലേ. ഡിബഞ്ചർ അക്കൗണ്ടിന് എന്ത് ബാലൻസ് ആയിരിക്കും? ക്രെഡിറ്റ് ബാലൻസ് അല്ലേ. എത്രയാണ് ഡിബഞ്ചറിന്റെ വാല്യൂ? 10 lakh അല്ലേ. എത്ര വാല്യൂ വരാം? 10 lakh ആണ്. ആ 10 lakh ആർക്ക് കൊടുത്തു? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തു. ഇനി അടുത്ത് നോക്കിക്കേ, DRR അക്കൗണ്ട്. DRR അക്കൗണ്ടിന് ഓപ്പണിംഗ് ബാലൻസ് എത്രയുണ്ട്? 50,000 ഇല്ലേ. എത്ര കൂടി വരണം? 50,000 കൂടി വരണം ബൈ പി ആൻഡ് എൽ അല്ലേ. അത് ലാസ്റ്റ്, ഏറ്റവും ലാസ്റ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു 1 lakh. ഇനി അടുത്ത DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എത്ര ഉണ്ടായിരുന്നു? 1,50,000 അല്ലേ. അറ്റ് പാർലർ റിയലൈസ് ചെയ്തു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? 1,50,000 തന്നെ കിട്ടി അല്ലേ. ഇനി നോക്കിക്കേ, ബാങ്ക് അക്കൗണ്ടിൽ 9 ലക്ഷം ഇല്ലേ. 9 ലക്ഷം ഉണ്ട്. എത്ര ഇൻട്രസ്റ്റ് കിട്ടി? 1,50,000 into 4% into 2/12 അല്ലേ. 2 മാസത്തിലെ ഇൻട്രസ്റ്റ് കിട്ടാ 1000 കിട്ടി അല്ലേ. ഇനി DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് 1,50,000 കിട്ടി. അപ്പൊ മുഴുവൻ കിട്ടിയത് അതല്ലേ അല്ലേ. ഇനി അതിൽ നിന്ന് എന്ത് ചെയ്യും? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്ര രൂപ കൊടുത്തു? പെയ്ഡ് ഓഫ് അറ്റ് 101 ടുഗദർ വിത്ത് അക്രൂഡ് ഇൻട്രസ്റ്റ് എന്നാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. 101 രൂപ കൊടുത്തു, കൂടെ എന്തും കൊടുത്തു? ഇൻട്രസ്റ്റും കൊടുത്തു. അപ്പൊ 101 രൂപ വെച്ച് 10,000 ഡിബഞ്ചറിന് എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? 10,10,000 രൂപ കൊടുത്തിട്ടുണ്ടാവും അല്ലേ. 10,10,000. ആൻഡ് ഇൻട്രസ്റ്റ് എന്ന് വരെ കൊടുത്തിട്ടുള്ളൂ എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? 31st December വരെ കൊടുത്തിട്ടുള്ളൂ. ആ ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? 2 മാസത്തെ. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 2 മാസത്തെ ഇൻട്രസ്റ്റ് കൊടുക്കണം. എത്ര കൊടുക്കണം? 10 ലക്ഷം ഇൻറ്റു 6% ഇൻറ്റു 2/12. 6% അല്ലേ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ്. എത്ര വരും? 10,000 ആണോ അല്ലേ. 10,000 വരും. 10,000 വരും. അതും കൊടുത്തു. ബാലൻസ് എത്ര വന്നു? ബാലൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരും. ഇനി അടുത്തത് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 10 ലക്ഷം രൂപ ഡിബഞ്ചറിന്റെ ഫേസ് വാല്യൂ ഉണ്ട് അല്ലേ. പ്രീമിയം എത്രയായിരിക്കും? 10,000 അല്ലേ. പ്രീമിയം 10,000 അല്ലേ. 100 രൂപയുടെ ഡിബഞ്ചറിന് 1 രൂപ വെച്ച് അല്ലേ. അപ്പൊ 10,000 ഡിബഞ്ചറിന് എത്ര രൂപ കിട്ടി? 10,000 അല്ലേ പ്രീമിയം. ടു ബാങ്ക് അത് 10,10,000 രൂപ ബാങ്കിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി പ്രീമിയം ഓൺ റിഡംഷൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഡിബഞ്ചർ ഇൻട്രസ്റ്റ്, ഇത് രണ്ടും വലിയ റെലവെന്റ് ആയിട്ടുള്ള ലെഡ്ജർ ഒന്നുമല്ല. അത്രയും ലെഡ്ജർ വരച്ചാൽ മതി. ഒന്ന് ട്രൈ ചെയ്തേ. 5 മിനിറ്റ് തരാം. അപ്പോ ക്വസ്റ്റൻ ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിച്ചോളാം. എ കമ്പനി ഹാഡ് ഇഷ്യൂഡ് 20,013% ഡിബഞ്ചർ ഓഫ് 100 each. ദ ഡിബഞ്ചർ ആർ ഡ്യൂ ഫോർ റിഡംഷൻ ഓൺ 1st July 2022. The terms of issue of debentures provided that they were redeemable at a premium of 5%. അപ്പോൾ എത്ര രൂപയ്ക്കാണ് ആ ഡിബഞ്ചർ റെഡീം ചെയ്യാൻ പോകുന്നത്? 20,000 into 100 20,000 into 5 അല്ലേ. 20 lakh 1 lakh ആണല്ലോ. 21 lakhനല്ലേ ടോട്ടൽ ആ ഡിബഞ്ചർ റെഡീം ചെയ്യാൻ പോകുന്നത്. പൈസ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് എത്ര രൂപ ടോട്ടൽ കിട്ടും? 21 lakh അല്ലേ കിട്ടാം. 21 lakh കിട്ടും അല്ലേ. 100 രൂപയുടെ ഡിബഞ്ചർ 105 രൂപയ്ക്ക് റെഡീം ചെയ്തു. അപ്പൊ എത്രയാണ്? 20,000 into 105 21 ലക്ഷം രൂപയാണ് ടോട്ടൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് അല്ലേ.
അത് കഴിഞ്ഞിട്ട് അത് മാത്രമല്ല, അവർക്കൊരു ഓപ്ഷൻ ഉണ്ട്. എന്താ ഓപ്ഷൻ? 20% of their holdings can be converted into equity shares of ₹50 each. 10 രൂപയുടെ ഷെയർ 15 രൂപയ്ക്ക് അവർക്ക് മേടിക്കാം. അവരുടെ കയ്യിലുള്ള 20%, അതായത് 100 ഷെയർ ഉണ്ടെങ്കിൽ 20 എണ്ണം അവർക്ക്, അല്ല 100 ഡിബഞ്ചർ ഉണ്ടെങ്കിൽ 20% അവർക്ക് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം എന്നാ പറയുന്നത്. 20% കൺവേർട്ട് ചെയ്യാം എന്ന് പറയുന്നത്. ഇനി ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് 2500 ഡിബഞ്ചേഴ്സ് ഡു നോട്ട് എക്സസൈസ് ദ ഓപ്ഷൻ. അതിൽ 2500 പേര് എന്ത് ചെയ്തില്ല? ഓപ്ഷൻ എക്സസൈസ് ചെയ്തില്ല, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് മുഴുവൻ പൈസയും കൊടുക്കണം. ബാക്കിയുള്ളവർക്ക് പൈസയും കൊടുക്കണം, ഷെയറും കൊടുക്കണം. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യണം? പൈസയും കൊടുക്കണം, ഷെയറും കൊടുക്കണം. അപ്പൊ എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ചെറിയ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ അതിന് നടത്താം. ആദ്യം എത്ര ഡിബഞ്ചറാ റെഡീം ചെയ്യാൻ പോകുന്നത്? 20,000 അല്ലേ? ഇൻറ്റു 100 20 lakh ഇൻറ്റു 105 കേട്ടോ, 21 lakh അല്ലേ? 21 lakh അല്ലേ? ഇതിൽ ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്നവരുണ്ട്, ഓപ്ഷൻ എക്സസൈസ് ചെയ്യാത്തവരും ഇല്ലേ? ഓപ്ഷൻ എക്സസൈസ് ചെയ്യാത്തവര് 2500 പേരാണ് അല്ലേ? അവർക്ക് എത്ര രൂപ വരും? 2500 ഇൻറ്റു 105 എത്ര രൂപയാ? 2,62,500 വരും അല്ലേ? ഇനി രണ്ടാമത്തെ കാറ്റഗറി ആരാ? ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്ന 17,500 ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അവർക്ക് മുഴുവൻ എത്ര രൂപ വരും? 17,500 ഇൻറ്റു 105 എത്ര വരും? 18,37,500 അല്ലേ? ആ 18,37,500 കിട്ടേണ്ടുന്ന ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഉണ്ടല്ലോ അല്ലേ? അവരിൽ 20% അവർക്ക് എന്താ കൊടുക്കുന്നത്? ഇക്വിറ്റി ഷെയർ അല്ലേ കൊടുക്കുന്നത്. അപ്പൊ നോക്കിക്കേ, 18,37,500ന്റെ 20% എന്ന് പറയുമ്പോ എത്ര വരും? 3,67,500 ഇക്വിറ്റി ഷെയർ കൊടുക്കണം. ബാലൻസ് എത്രയുണ്ട്? 18,37,500 3,67,500 കഴിഞ്ഞ് കഴിഞ്ഞാൽ 80% ബാലൻസ് ഉണ്ട്. അത് എത്രയുണ്ട്? 14,75,000 70,000 14,70,000. ഇത് ക്യാഷ് തന്നെ കൊടുക്കണം അല്ലേ? ഇതിനെന്ത് കൊടുക്കണം? ഷെയർ കൊടുക്കണം. ഇതും എന്ത് കൊടുക്കണം? ക്യാഷ് കൊടുക്കണം അല്ലേ? അപ്പൊ ഷെയർ കൊടുക്കുമ്പോൾ 3,67,500 അല്ലേ ടോട്ടൽ കൊടുക്കാനുള്ളത്? അതിന് എത്ര രൂപയുടെ ഷെയർ കൊടുക്കുന്നത്? അല്ലെങ്കിൽ ഒരു ഷെയർ എത്ര രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുന്നത്? 15 രൂപയ്ക്കല്ലേ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ എത്ര ഷെയർ കൊടുക്കണം? നമ്പർ ഓഫ് ഷെയർസ് എത്ര കൊടുക്കണം? എത്ര? 24,500 ഷെയർ കൊടുക്കണം. 24,500 എന്ന് പറയുമ്പോൾ 24,500 ഷെയർ 15 രൂപ വെച്ചെന്ന് പറയുമ്പോൾ എത്ര വരും? 3,67,500 രൂപ വന്നില്ലേ? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എത്ര അവർക്ക് ഇഷ്യൂ ചെയ്യണം? 24,500 ഷെയർ ഇഷ്യൂ ചെയ്യണം. നോക്കിക്കേ, ഓക്കെ ആണോ? ഇനി തന്നെ ചെയ്തേ. ഇതുപോലത്തെ ക്വസ്റ്റൻ ഒക്കെ 5 മാർക്കിന് വന്നു കഴിഞ്ഞാൽ എഴുതൂലേ? ലാസ്റ്റ് നിങ്ങളൊരു പെട്ടിക്കോളൊക്കെ വരച്ച് എഴുതി വെച്ചേക്കണം. നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് എത്രയാണ്? 210. ഒരു പെട്ടിയൊക്കെ വരച്ച് വെക്കുക. ആൻഡ് എമൗണ്ട് പെയ്ഡ് ടു ₹20,000 ഡിബഞ്ചർ ഹോൾഡേഴ്സ് എത്രയാണ്? 16,800. പെട്ടി വരച്ച് വെക്കുക കേട്ടോ. സെറ്റായി. മനസ്സിലായില്ല? ഒന്നുകൂടെ 20,000 പേരെന്നല്ല, 20,000 രൂപ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ആ 20% കൊടുക്കാൻ പാടുള്ളൂ. മാക്സിമം എത്ര കൊടുക്കാൻ പാടുള്ളൂ? കൺവേർട്ട് 20% ഓഫ് ദെയർ ഹോൾഡിംഗ്സ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് എന്നല്ലേ പറയുന്നേ. 200 പേർക്കും 20% എന്ത് ചെയ്യാം? ഇക്വിറ്റി ഷെയർ ആക്കാം. അത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ആക്കിയാൽ മതി. 200 പേരെ ആക്കിയുള്ളൂ, ബാക്കിയുള്ള 800 പേര് എന്ത് ചെയ്തു? പൈസ വേണമെന്ന് പറഞ്ഞു. ടോട്ടൽ ക്യാഷ് ഇവിടെ എത്രയായിരിക്കും പേ ചെയ്തിരിക്കുന്നത്? ഈ 84,000 കൊടുത്തിട്ടുണ്ടാവും, ഈ 16,800 കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ടോട്ടൽ ക്യാഷ് 1,800,000 കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. ആ 20,000 രൂപയുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് 16,800 കൊടുത്തുള്ളൂ. ബാക്കി 800 ഡിബഞ്ചർ ഹോൾഡേഴ്സും കൂടെ ഇല്ലേ?
അവർക്ക് 84,000 കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ക്യാഷ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതണം കേട്ടോ, അത് എഴുതണം. ഇനി അത് എഴുതി വെച്ചെന്നോർത്ത് പ്രശ്നമൊന്നുമില്ല. ടോട്ടൽ ക്യാഷ് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് റിഡംഷൻ ഈസ് ഈക്വൽ ടു ഇത്രയാണെന്നും എഴുതി വെച്ചെന്നോർത്ത് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഞാൻ വായിക്കാം, കേട്ടോളാം. ബാലൻസ് ഷീറ്റ് ഓഫ് ബി ലിമിറ്റഡ്, അൺലിസ്റ്റഡ് കമ്പനി അതർ ദാൻ AFI ബാങ്കിങ് കമ്പനി, NBFC ആൻഡ് HFC എന്താണ് 10% DRR-ഉം 15% DRR ഇൻവെസ്റ്റ്മെന്റും കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് മനസ്സിൽ വരണം. ഇനി ആസ് ഓൺ 31st March 2023 ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് 2 lakh, ഷെയർ ക്യാപിറ്റൽ 2 lakh. ഷെയർ ക്യാപിറ്റൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിക്കേ. 20,000 ഷെയർസ് ഓഫ് ₹10 each, 2 lakh അല്ലേ. ഇനി അടുത്തതോ റിസർവ്സ് ആൻഡ് സർപ്ലസ് 1,20,000. റിസർവ്സ് ആൻഡ് സർപ്ലസിൽ എന്തൊക്കെയുണ്ട്? P&L അക്കൗണ്ട് ഉണ്ട് 1,20,000. അടുത്തത് റിസർവ്സ് നോൺ കറന്റ് ലയബിലിറ്റീസിൽ ലോങ് ടൈം ബോറോവിങ്സ്. ലോങ് ടൈം ബോറോവിങ്സ് എന്താണ്? ഡിബഞ്ചർ ആണ് 1,20,000. അടുത്തത് കറന്റ് ലയബിലിറ്റീസിൽ ട്രേഡ് പേയബിൾസ് 1,15,000 ഉണ്ട്. ഇനി അസറ്റ് സൈഡിൽ നോക്കിയാൽ നോൺ കറന്റ് അസറ്റിൽ പ്ലാന്റ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റ്. പ്ലാന്റ് പ്രോപ്പർട്ടി ആൻഡ് എക്യുപ്മെന്റിൽ എന്താ ഉള്ളത്? 1,15,000 ഉണ്ട്. ഇനി അടുത്തത് ഇൻവെന്ററീസ് 1,35,000, ട്രേഡ് റിസീവബിൾസ് 75,000, ക്യാഷ് ആൻഡ് ക്യാഷ് ബാലൻസസ് ക്യാഷ് ഇക്വലൻസ് 2,30,000 ഉണ്ട് അല്ലേ. അപ്പോ ബാലൻസ് ഷീറ്റിന്റെ കഥ കഴിഞ്ഞു. അറ്റ് ദ ആനുവൽ ജനറൽ മീറ്റിംഗ് ഇറ്റ് വാസ് റിസോൾവ്ഡ് to give existing shareholders an option to purchase ₹10 share at 15 for every 4 shares held prior to bonus distribution. ബോണസ് കൊടുക്കുന്നതിന് മുന്നേ അവർക്ക് കൊടുക്കാമെന്ന് തീരുമാനിച്ചു. ഇത് എന്ത് ഇഷ്യൂ ആണ്? റൈറ്റ് ഇഷ്യൂ ആണ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനല്ലേ കൊടുക്കുന്നത്? റൈറ്റ് ഇഷ്യൂ ആണ്. ദിസ് ഓപ്ഷൻ വാസ് ടേക്കൺ അപ്പ് ബൈ ഓൾ ദ ഷെയർ ഹോൾഡേഴ്സ്. എല്ലാ ഷെയർ ഹോൾഡേഴ്സും എന്ത് ചെയ്തു? ഈ ഓപ്ഷൻ എക്സസൈസ് ചെയ്തു. അപ്പോ എത്ര? 4 ഷെയർ ഉള്ള ആൾക്ക് 1 ഷെയർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടോട്ടൽ എത്ര ഷെയർ ഉണ്ട്? 20,000 ഷെയർ അല്ലേ ഉള്ളത് അല്ലേ. അപ്പോ നോക്കിക്കേ, 20,000 ഡിവൈഡഡ് ബൈ 4 into 1 എത്ര വരും? 5,000 ഷെയർസ് ഇഷ്യൂ ചെയ്തു. എത്ര രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്? 15 രൂപയ്ക്ക്. ഫസ്റ്റ് ജേണൽ എൻട്രി എന്താ? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ 5,000 into 15 എത്രയാണ്? 75,000 അല്ലേ. 2 ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റലിലേക്ക് എത്ര പോവും? 5,000 into 10. ടു സെക്യൂരിറ്റീസ് പ്രീമിയം എത്ര പോവും? 5,000 into 5 കേട്ടോ. ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഒന്നും ആവശ്യമില്ല. ഡയറക്റ്റ് എൻട്രി ചെയ്താൽ മതി. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട്. ഓക്കെ, ഓക്കെ ആണോ? ഇനി അടുത്തത് എന്താ പറയുന്നത്? ടു ഇഷ്യൂ 1 ബോണസ് ഷെയർ ഫോർ എവറി 5 ഷെയർസ് ഹെൽഡ്. ഓരോ 5 ഷെയറിനും ഓരോ ബോണസ് ഷെയർ കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ. അപ്പോ ഇപ്പൊ എത്ര ഷെയർ ആയി? 20,000 അവിടെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. 5,000 ഇപ്പൊ റൈറ്റ് ഇഷ്യൂ ചെയ്തില്ലേ. മൊത്തം എത്ര ഷെയർ ആയി? 25,000 ഷെയർ ആയില്ലേ. 25,000 ഷെയർ ഉള്ളപ്പോൾ ഓരോ 5 ഷെയറിനും 1 ഷെയർ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ എത്രയാ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? 5,000 ഷെയർ അല്ലേ. 5,000 ഷെയർ കൊടുക്കാം അല്ലേ. എന്താ എൻട്രി വരാ? എവിടെ നിന്നാണ് ബോണസ് ഇഷ്യൂ ചെയ്യേണ്ടത്? P&L മാത്രമേ ഉള്ളൂ. P&L അക്കൗണ്ട് ഡെപ്റ്റർ ടു ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് എത്രയാണ്? 5,000 into 10 50,000. 50,000 ബോണസ് ടു ഷെയർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 50,000. ഓക്കെ ആണോ? അപ്പോ ഇനി എത്ര ഷെയർ ആയി? 5,000 ഷെയർ ആയില്ലേ. 30,000 ഷെയർ ആയില്ലേ ടോട്ടൽ അല്ലേ. 20,000 ഉണ്ടായിരുന്നു. റൈറ്റ് ഇഷ്യൂ 5,000, ബോണസ് ഇഷ്യൂ 5,000, 30,000 ഷെയർ ആയി. ഇനി ടു പേ ഡിബഞ്ചേഴ്സ് അറ്റ് എ പ്രീമിയം ഓഫ് 3%. ഡിബഞ്ചറിന് പേ ഓഫ് ചെയ്യാൻ തീരുമാനിച്ചു. എത്ര പ്രീമിയത്തിൽ? 3% പ്രീമിയത്തിൽ. 3% പ്രീമിയത്തിൽ. അപ്പോ ഡിബഞ്ചർ നമുക്ക് പേ ഓഫ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണ്ടേ. എത്രയാണ് ഡിബഞ്ചറിന്റെ വാല്യൂ ഇവിടെ കിടക്കുന്നത്? 1,20,000 അല്ലേ. അപ്പൊ അതിന്റെ 10% ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ക്രിയേറ്റ് ചെയ്യണ്ടേ. എന്താ എന്റെ ഒരു P&L അക്കൗണ്ട് ഡെപ്റ്റ് ടു DRR അക്കൗണ്ട്
അല്ലെ? P&L അക്കൗണ്ട് ഡെപ്റ്റ് ടു DRR അക്കൗണ്ട്. ഇനി എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എത്ര വരും? 15% അല്ലേ? 1,20,000 into 15% എത്രയാണ്? 18,000. DRR ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. ഓക്കെ ഓക്കെ. അടുത്ത എന്താണ്? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പൈസ മാറ്റിയിടണം അല്ലെ? ഡിബഞ്ചറിന് എത്ര പ്രീമിയം എന്നാ പറഞ്ഞിരിക്കുന്നത്? എത്രയാണ് പ്രീമിയം? 3% അല്ലേ? അപ്പോ നോക്കിക്കേ, ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ 1,20,000 അല്ലെ? പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട് ഡെപ്റ്റർ എത്ര വരും? 1,20,000ന്റെ 3% വരും. 3,600 ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഓക്കെ ഓക്കെ ആണോ? ഇനി പ്രീമിയത്തിന് P&L ചാർജ് ചെയ്യാൻ പാടില്ലേ? P&L അക്കൗണ്ട് ഡെപ്റ്റ് ടു പ്രീമിയം പേയബിൾ ഓൺ റിഡംഷൻ. അടുത്തത് എന്താണ്? ഇൻവെസ്റ്റ്മെന്റിനെ തിരിച്ചു മേടിക്കും, റിയലൈസ് ചെയ്യും. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു DRR ഇൻവെസ്റ്റ്മെന്റ്. ആ എൻട്രിയുടെ ആവശ്യം മേളിലുണ്ടോ? ശരിക്കും ഇല്ല. നിങ്ങളൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നിരിക്കുന്നതാണ്. DRR ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യോ എന്നറിയാൻ വേണ്ടി തന്നിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ ആ എൻട്രി നേരെ തിരിച്ചു വന്നു അല്ലെ? ആ എൻട്രി നേരെ തിരിച്ചു വന്നു, പൈസ വന്നപ്പോ ഇനി അടുത്ത എന്താണ്? DRR അക്കൗണ്ടിനെ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആൻഡ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കണം. ഒന്ന് ചെയ്തു നോക്കിക്കേ ഈ ക്വസ്റ്റ്യൻ. ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേട്ടിരുന്നോളാം. ലിബ്ര ലിമിറ്റഡ്, എ ലിസ്റ്റഡ് കമ്പനി, റീസെന്റ് മെയ്ഡ് എ പബ്ലിക് ഇഷ്യൂ ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ. ലിസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്ത് വേണ്ട? നോ DRR ഇൻവെസ്റ്റ്മെന്റ്. രക്ഷപ്പെട്ടില്ലേ? നമ്പർ ഓഫ് പാർട്ട്ലി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് 2 lakh ആണ്. എത്രയാണ്? 2 lakh ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. ഫേസ് വാല്യൂ ആൻഡ് ഇഷ്യൂ പ്രൈസ് 100 പെർ ഡിബഞ്ചർ. 100 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ ഇഷ്യൂ ചെയ്തപ്പോൾ എന്തൊന്നുമില്ല? പ്രീമിയം ഒന്നുമില്ല, സെക്യൂരിറ്റീസ് പ്രീമിയം ഒന്നുമില്ല. ഓക്കെ അല്ലേ? അടുത്തത് കൺവേർട്ടബിൾ പോർഷൻ ഓഫ് ഡിബഞ്ചറിന്റെ കൺവേർട്ടബിൾ പോർഷൻ 60% ആണ്. കൺവേർട്ടബിൾ പോർഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇക്വിറ്റി ഷെയറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ? ഇനി ഡേറ്റ് ഓഫ് കൺവേർഷൻ ഓൺ എക്സ്പയറി ഓഫ് 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ഓഫ് ഇഷ്യൂ. ഡേറ്റ് ഓഫ് കൺവേർഷൻ എന്തില്ല? 6 മാസത്തിന് ശേഷമാണ്. ഡേറ്റ് ഓഫ് കൺവേർഷൻ എന്താണ്? 6 മാസത്തിന് ശേഷമാണ്. ഡേറ്റ് ഓഫ് ക്ലോസിംഗ് ഓഫ് ഇഷ്യൂവിന് 6 മാസത്തിന് ശേഷം. അപ്പൊ എന്നാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്? 1/5/2021. അപ്പോ 5, 6, 7, 8, 9, 10 അല്ലെ? 1/5 ശേഷം 6 മാസം കഴിയുമ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യാം എന്നാ പറയുന്നത്. അതിനെ കൺവേർട്ട് ചെയ്യാം. അപ്പോ എന്നതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? 1/5 തൊട്ട് 5, 6, 7, 8, 9, 10. 11ാം മാസം 1-ാം തീയതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോ 1/11/21 കൺവേർട്ട് ചെയ്യാം. ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ് 1/6/2021. അലോട്ട്മെന്റ് എന്നാണ്? 1/6/2021 ആണ്. The rate of interest on 15% payable from the date of allotment. അലോട്ട്മെന്റിന്റെ സമയം തൊട്ട് എന്ത് കൊടുക്കേണ്ട വന്നു? ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട വന്നിട്ടുണ്ട്. വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർ ഫോർ ദ പർപ്പസ് ഓഫ് കൺവേർഷൻ ഈസ് 60. 60 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്. എത്ര രൂപയുടെ ഷെയർ? 10 രൂപയുടെ ഷെയർ. നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സ് അപ്ലൈഡ്. കൺവേർഷന് വേണ്ടി അപ്ലൈ ചെയ്തത് എത്രയാണ്? കൺവേർഷൻ അല്ല, ഡിബഞ്ചർ അപ്ലൈ ചെയ്തത് എത്രയാണ്? 2 lakh ആണ്. ഡിബഞ്ചർ 2 lakh തരാമെന്ന് പറഞ്ഞപ്പോൾ 2 lakhും അപ്ലൈ ചെയ്തിട്ടുണ്ട് ആളുകൾ. ഇനി ഇൻട്രസ്റ്റ് പേയബിൾ ഓൺ ഡിബഞ്ചർ ഹാഫ് ഇയർലി ഓൺ 30th September ആൻഡ് 31st March. ഇൻട്രസ്റ്റ് പേയബിൾ ഏതൊക്കെ മാസങ്ങളിലാണ്? 30th September 31st March. അപ്പൊ ഫസ്റ്റ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് എന്ന് മുതലാണെന്ന് പറഞ്ഞു? 1/6 തൊട്ടല്ലേ? അല്ലെ? ഡേറ്റ് ഓഫ് അലോട്ട്മെന്റ് തൊട്ടല്ലേ ഇൻട്രസ്റ്റ് തുടങ്ങുന്നതെന്ന് പറഞ്ഞേ. അപ്പോ ഫസ്റ്റ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് എന്നോട്ടാ? 6-ാം മാസം തൊട്ട്. 6, 7, 8, 9. സെപ്റ്റംബർ 9-ാം മാസം അല്ലേ? 4 മാസം. ഫസ്റ്റത്തെ ഇൻട്രസ്റ്റ് എത്ര മാസത്തെ കൊടുക്കണ്ടേ? 4 മാസം. അടുത്ത ഇൻട്രസ്റ്റ് ഏത് മാസത്തെ കൊടുക്കണ്ടേ? 6 മാസം. സെപ്റ്റംബർ തൊട്ട് മാർച്ച് വരെ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 6 മാസം. അപ്പോ അതാണ് ഈ തന്നിരിക്കുന്നത്. 1/4/2021 എന്ത് ചെയ്തു? നമ്മള് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തു. ആ ഇഷ്യൂ ക്ലോസ് ചെയ്തത് എന്നാണ്? 1/5 അപ്പൊ 1/5 തൊട്ട് 1/11 ആയപ്പോൾ എന്ത് കിട്ടി?
ഡിബഞ്ചറിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി 1/6 അലോട്ട്മെന്റ് തുടങ്ങുന്നത്. അലോട്ട്മെന്റ് തൊട്ട് 30/9 വരെ 4 മാസം ഉണ്ട്. ആ 4 മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് കൊടുക്കുക. ഫസ്റ്റ് ഹാഫ് ഇയർലിയിൽ ഇൻട്രസ്റ്റ് കൊടുക്കുക. അതിന്റെ അടുത്തത് ഫുൾ മന്ത് ഇൻട്രസ്റ്റും കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ജേണൽ എൻട്രി നോക്കാം. ആദ്യം പൈസ കിട്ടി, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡിബഞ്ചർ ആപ്ലിക്കേഷൻ എത്രയാണ് 2 lakh into 100 അല്ലേ? ഇനി ഡിബഞ്ചർ ആപ്ലിക്കേഷൻ ടു ഡിബഞ്ചർ, അല്ലെങ്കിൽ അത് ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു 15% ഡിബഞ്ചർ എന്ന് എഴുതിയാലും മതി കേട്ടോ. അപ്പോ 22 crore വരും. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു DRR വേണ്ടെന്ന് പറഞ്ഞു അല്ലേ? DRR വേണ്ട. DRR ഇൻവെസ്റ്റ്മെന്റ് വേണോ? നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് നമ്മൾ പഠിച്ച സ്ഥലത്തേക്ക് ഒന്ന് ജസ്റ്റ് പോവാം, ഒന്ന് ജസ്റ്റ് നോക്കിയേക്കാം. DRR വേണ്ട. DRR എന്തിനു മാത്രം മതി? അൺലിസ്റ്റഡ് കമ്പനീസ് അതർ ദാൻ AIFI, OFI, NBFC, HFC. ഇനി ഇവിടെ നോക്കിക്കേ, ലിസ്റ്റഡ് കമ്പനീസിൽ എന്ത് വേണമെന്നാ പറയുന്നേ? DRR ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നല്ലേ പറയുന്നേ? അപ്പൊ എത്ര പെർസെന്റേജ് വേണം? 15% വേണം. അപ്പൊ DRR ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കൊടുക്കാം. DRR ഇൻവെസ്റ്റ്മെന്റ് എത്ര വരും? 2 crore 15% എത്ര വരും? ഇനി അവിടെയാണ് ട്വിസ്റ്റ് വരുന്നത്. കണ്ടോളാം. നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിന്റെ കേസ് പറഞ്ഞപ്പോൾ പറഞ്ഞു, കൺവേർട്ടബിൾ പോർഷൻ ഉണ്ട് എങ്കിൽ അതിന് എന്ത് ചെയ്യണം? മാറ്റി നിർത്തിയിട്ട് നോൺ കൺവേർട്ടബിൾ പോർഷനെ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? DRR ഇൻവെസ്റ്റ്മെന്റോ DRR ക്രിയേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നോക്കിക്കേ, എത്രയാണ് കൺവേർട്ടബിൾ പോർഷൻ? 60% അല്ലേ? അത് തിരിച്ചു കൊടുക്കേണ്ട പൈസയല്ല, ക്യാഷ് ആയിട്ട് തിരിച്ചു കൊടുക്കേണ്ട വരില്ല. അപ്പൊ ബാക്കിയുള്ള 40% DRR ഇൻവെസ്റ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്താൽ പോരെ? അപ്പൊ എത്രയാണ് ബാക്കിയുള്ള 40% വരാ? 2 crore അല്ലേ വരാം? 2 crore 40% 15% എത്ര വരും? 12 lakh. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക്. ഓക്കെ ആണോ? ഇനി ഫസ്റ്റ് 4 മാസം ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? 4 മാസത്തെ ഇൻട്രസ്റ്റ് വരും. എത്ര വരും? 2 crore into 15% into 4/12. എന്താ ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റിന്റെ എൻട്രി വരാ? ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് അല്ലേ? ഇനി അടുത്ത എൻട്രി എന്താ വരാ? ഡിബഞ്ചറിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം അല്ലേ? ഇക്വിറ്റി ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എത്ര ഡിബഞ്ചറിനെ ഇക്വിറ്റി ഷെയർ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്? 2 crore ഡിബഞ്ചറിന്റെ 60% എത്രയാണ്? 1.2 crore ഡിബഞ്ചർ അല്ലേ? അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്? ഡിവൈഡഡ് ബൈ 60. 60 രൂപ വെച്ച് കൊടുത്തല്ലേ കൺവേർട്ട് ചെയ്യുന്നത്? 10 രൂപയുടെ ഷെയർ എത്ര രൂപയ്ക്ക് അവർക്ക് കൊടുക്കുന്നത്? 60 രൂപയ്ക്കാണ്. അപ്പൊ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യണം? 2 lakh ഷെയർ ഇഷ്യൂ ചെയ്താൽ പോരെ? 2 lakh ഷെയർ ഇഷ്യൂ ചെയ്താൽ മതി അല്ലേ? ബാങ്കിൽ എത്ര, അല്ലെങ്കിൽ ബാങ്കിലല്ല, ഡിബഞ്ചറിനെ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. എത്ര ഡിബഞ്ചറിനെ? 1 crore 20 lakhന്റെ. അപ്പൊ ഡിബഞ്ചർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റലിലേക്ക് എത്രയേ പോകുള്ളൂ? 2 ലക്ഷത്തിന്റെ 10 രൂപ വെച്ചല്ലേ പോകുള്ളൂ? 20 ലക്ഷം പോകുള്ളൂ. സെക്യൂരിറ്റീസ് പ്രീമിയം ആണ് ബാക്കി 50 അല്ലേ? 2 lakh into 50 എത്രയാണ് സെക്യൂരിറ്റീസ് പ്രീമിയം പോവാ? എത്ര പോവും? 50. എത്ര പോവും? 1 crore പോവും അല്ലേ? ഇനി 31st മാർച്ചിൽ 6 മാസത്തെ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കണ്ടേ? അത് എത്ര വരും? 31st മാർച്ചിൽ എത്ര ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് വരും? ഒന്ന് കണ്ടുപിടിച്ച്. ശ്രദ്ധിച്ചോളാം. 30/9/2021 അല്ലേ? 21 ആണോ അല്ലേ ഡേറ്റ്? അല്ലെ? 30/9/2021. അന്ന് ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുത്ത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അല്ലെ? ഇനി 1/11/2021 ആയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1,20,00,000 രൂപയുടെ ഡിബഞ്ചർ ഷെയർ ആക്കി മാറ്റി. ബാക്കി എത്രയാണ് ഡിബഞ്ചർ ഉള്ളൂ? 80 ലക്ഷം അല്ലേ ഡിബഞ്ചർ ഉള്ളൂ? 31/3/2022 വന്നപ്പോഴും 80 ലക്ഷം രൂപയുടെ ഡിബഞ്ചർ അല്ലേ ബാലൻസ് ഉള്ളൂ. അപ്പോ ഇവിടെ നിന്ന ഡിബഞ്ചേഴ്സിൽ
1,20,00,000 രൂപയുടെ ഡിബഞ്ചേഴ്സ് 1/11 ആയപ്പോ എന്തായി? ഷെയർ ആയി അല്ലെ? അപ്പോ ആ ഡിബഞ്ചർ 30/9 തൊട്ട് 1/11 വരെ എത്ര മാസം ഡിബഞ്ചർ ആയിട്ട് നിന്നുള്ളൂ? ഒരു മാസം അല്ലേ? 30 സെപ്റ്റംബർ കഴിഞ്ഞു, 31 ഒക്ടോബർ 1-ാം തീയതി എന്തായി? അത് ഷെയർ ആയി. അപ്പൊ ആ ഡിബഞ്ചറിന് ഒരു മാസത്തെ ഇൻട്രസ്റ്റ് കൊടുത്താൽ പോരെ? ബാക്കിയുള്ള 80,00,000 രൂപയുടെ ഡിബഞ്ചർ അത് 31 മാർച്ച് വരെ എന്ത് തന്നെയാ? ഡിബഞ്ചർ തന്നെയാണ്. അതിന് 6 മാസത്തെ ഇൻട്രസ്റ്റും വരും അല്ലെ? അപ്പൊ ഈ 80 ലാഖിന്റെ 15% അല്ലേ, ഇൻറ്റു 6/12 എത്ര വരും? 6 ലാഖ് വരും അല്ലെ? ഈ 1,20,00,000 ലാഖിന്റെ 15% ഇൻറ്റു 1/12 എത്ര വരും? 1,50,000 അല്ലേ? ടോട്ടൽ 7,50,000 രൂപയാണ് ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. എന്താ എൻട്രി വരാ? ഡിബഞ്ചർ ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാങ്ക് 7,50,000 ആണ്. ഇനി ലാസ്റ്റ് ഒരു എൻട്രി കൂടി എഴുതണ്ടേ? എന്താണ്? P&Lലേക്ക് ഡിബഞ്ചറിന്റെ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി അല്ലെ? ആദ്യം 30/9 എത്ര കൊടുത്തിട്ടുണ്ടായിരുന്നു ഡിബഞ്ചർ ഇൻട്രസ്റ്റ്? 30/9 എത്ര കൊടുത്തിട്ടുണ്ടായിരുന്നു? 10 ലക്ഷം അല്ലേ കൊടുത്തത്? ആൻഡ് ഇപ്പൊ എത്ര കൊടുത്തു? 7 ലക്ഷം അല്ലേ കൊടുത്തേ? മൊത്തം എത്ര കൊടുത്തു ഈ വർഷം? 17 ലക്ഷം അല്ലേ? P&L അക്കൗണ്ട് ഡെപ്റ്റ് ടു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 17.5 ലക്ഷം രൂപ. ഇനി ഇവിടെ നോക്കിക്കേ, 31 മാർച്ചിലെ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് 2 crore-ന്റെ 60%, അതായത് 1,20,00,000 അല്ലെ? അതിന് എത്ര മാസം ഇൻട്രസ്റ്റ് എടുത്തിട്ടുള്ളൂ? ഒരു മാസം ഇൻട്രസ്റ്റ് എടുത്തുള്ളൂ. കാരണം ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ ഡിബഞ്ചർ മാറി എന്തായി? അത് ക്യാപിറ്റലായി, ഷെയർ ആയി അല്ലേ? ബാക്കിയുള്ള 80 ലക്ഷത്തിന്റെ, അതായത് 40% 6 മാസം ഇൻട്രസ്റ്റ് എടുത്തു. ഓക്കെ ആണോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കിക്കേ.